വെൽക്കം ടു പ്രെപ്സ്കേ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള PSC ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ നോട്ടിഫിക്കേഷൻ PSC ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കിയാലോ. 564/2025 എന്നുള്ള ഒരു കാറ്റഗറി നമ്പറിലാണ് എന്തിട്ടുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം വകുപ്പ് ഏതാണ്? കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഇതിന്റെ ഉദ്യോഗ പേര് എന്താണ്? സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി. ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 എന്നുള്ള ഒരു ശമ്പള സ്കെയിൽ ആണ്. അപ്പൊ ഇതിന്റെ പ്രതീക്ഷിത ഒഴിവുകളാണ് അല്ലെ. നമ്മുടെ 14 ജില്ലകളിലേക്കുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തുന്ന ഇതാണ്. അപ്പോൾ അനുസരിച്ച് ഓരോ ജില്ലകളിലും ഉണ്ടാകുന്ന ഒഴിവുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമുക്ക് നിയമനങ്ങൾ ലഭിക്കുക. അപ്പൊ 14 ജില്ലകളിലേക്കുള്ള 14 ജില്ലകളിലേക്കുള്ള പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ്. അപ്പൊ നിയമന രീതി എന്താണ്? നേരിട്ടുള്ള നിയമനമാണ്, ജില്ലാതലത്തിലാണ് അല്ലെ. നേരിട്ടുള്ള നിയമനമാണ് ജില്ലാതലത്തിലാണ്. അപ്പൊ ജില്ലാതലത്തിൽ നേരിട്ടുള്ള നിയമനമാണ്. ഇതിൽ പ്രായപരിധി നമുക്ക് നോക്കാം. പ്രായപരിധി എന്ന് പറയുന്നത് 19 മുതൽ 31 വയസ്സ് വരെയാണ്. പ്രായപരിധി 19 മുതൽ 31 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. SC ST OBC കാർക്ക് ഇതിൽ ഇളവുണ്ട് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. OBCക്ക് നമുക്കറിയാം OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷവും ഉയർന്ന പ്രായപരിധി ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ 19 മുതൽ 31 എന്നുള്ളത് ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് ആ ഒരു റിലാക്സേഷൻ കിട്ടും. ഇപ്പൊ യോഗ്യതകൾ നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നതാണ് +2 ആണ് അല്ലെ. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഉള്ളവർക്കാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക ഈ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ സിവിൽ എക്സൈസ് ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക. ഇതിന്റെ ശാരീരിക യോഗ്യതകളും കൂടി ഉണ്ട്. കാരണം ഒരു യൂണിഫോം പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ശാരീരിക യോഗ്യതകളും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഫുൾഫിൽ ചെയ്യണം. അപ്പൊ ശാരീരിക യോഗ്യതകൾ നമുക്ക് നോക്കാം. ഉദ്യോഗാർത്ഥിക്ക് കുറഞ്ഞത് 165 സെന്റിമീറ്റർ ഉയരം വേണം. 81 സെന്റിമീറ്റർ കുറയാത്ത നെഞ്ചളവും. കുറഞ്ഞത് ഈ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു നെഞ്ചളവ് എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ശാരീരിക യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. കൂടാതെ കായിക ശേഷിയും കാഴ്ചശക്തിയും എന്നുള്ള ഇതുണ്ട് അല്ലെ. കായിക ശേഷിയുണ്ട്, കാഴ്ചശക്തി ഉണ്ട്. അപ്പൊ നമുക്ക് കാഴ്ചശക്തി നോക്കാം. കാഴ്ചശക്തി നമ്മുടെ കാഴ്ച വലത് കണ്ണിന്റെയും ഇടത് കണ്ണിന്റെയും ദൂരക്കാഴ്ചയും സമീപ കാഴ്ചയും. അപ്പൊ ദൂരക്കാഴ്ച 6 സ്റ്റാൻഡേർഡും 2 കണ്ണുകൾക്കും മുறைയാണ്. സമീപ കാഴ്ച 0.5 സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള കാഴ്ചകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം അല്ലെ. ദൂരക്കാഴ്ചയും സമീപ കാഴ്ചയും. അപ്പൊ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇതാണ് ഉള്ളത്. പിന്നെ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ CPO അല്ലെങ്കിൽ മറ്റ് യൂണിഫോം പോസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിവിൽ എക്സൈസ് ഓഫീസറുടെ പോസ്റ്റിൽ ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. എൻഡ്യൂറൻസ് ടെസ്റ്റ് അതെന്താണ് വരുന്നത്? അത് 2.5 കിലോമീറ്റർ ദൂരം 13 മിനിറ്റിനുള്ളിൽ ഓടി പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. അതെന്താണ്? 2.5 കിലോമീറ്റർ ദൂരം 13 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം, ഓടി പൂർത്തിയാക്കണം. ഈ എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സായവരെയാണ് പിന്നീട് എന്ത് ചെയ്യുക, കായികക്ഷമതാ പരീക്ഷയ്ക്ക് വിളിക്കുക. ആദ്യം നമ്മുടെ റിട്ടേൺ എക്സാം ആയിരിക്കും. ആ എക്സാമിന് ശേഷം എൻഡ്യൂറൻസ് ടെസ്റ്റ്. ആ എൻഡ്യൂറൻസ് ടെസ്റ്റിന് ശേഷമായിരിക്കും ഉണ്ടാവുക കായികക്ഷമതാ പരീക്ഷ ഉണ്ടാവുക. കായികക്ഷമതാ പരീക്ഷ നമുക്കറിയാം മറ്റു വിഭാഗങ്ങൾക്കുള്ളത് പോലെ തന്നെ 8 ഇവന്റുകളുണ്ട്. ആ 8 ഇവന്റുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 എണ്ണം നിർബന്ധമായിട്ടും പാസ്സാകണം എന്നുള്ളതാണ്. അപ്പോൾ ആ 8 ഇവന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ ജസ്റ്റ് നോക്കാം. 100 മീറ്റർ ഓട്ടമാണ്, അത് 14 സെക്കൻഡിനുള്ളിൽ. പിന്നെ ഹൈ ജമ്പ് ആണ് 132.2 സെന്റിമീറ്റർ. ലോങ് ജമ്പ് 457.2 സെന്റിമീറ്റർ. പുട്ടിംഗ് ദി ഷോട്ട് 609.6 സെന്റിമീറ്റർ. ത്രോയിങ് ദി ബോൾ 6096 സെന്റിമീറ്റർ. പിന്നെ വടത്തിൽ കയറ്റം, അതായത് നമ്മുടെ റോപ്പ് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് 365.8 സെന്റിമീറ്റർ. പുള്ളപ്പ് അഥവാ ചിമ്മിങ് 8 തവണയാണ്. പിന്നെ അവസാനമായിട്ട് 1500 മീറ്റർ ഓട്ടമാണ്. 5 മിനിറ്റ് 44 സെക്കൻഡ് എന്നുള്ളത്. അപ്പൊ ഇതാണ് കായികക്ഷമതാ പരീക്ഷയ്ക്ക് വരുന്ന ഇവന്റുകൾ. പിന്നെ ഇത് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി നമുക്കറിയാം. കേരള PSCയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ലെ. അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത് എപ്പോഴും വരെയാണ്? 14/1/2026, അതായത് ജനുവരി മാസം 2026 ജനുവരി 14 തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഓർത്തിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടത് ഓർത്തിരിക്കേണ്ടത്.
അപ്പൊ എന്താണ് യൂണിഫോം പോസ്റ്റ് സ്വപ്നം കാണുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്ത് ഈ പറഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറുടെ അല്ലെ. ജില്ലാ തലത്തിലുള്ള ലിസ്റ്റുകളായതുകൊണ്ട് ഇതാണ് അത്യാവശ്യം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അല്ലെന്താണ് ഈ പോലീസ് പോലെ എന്താണ് കൂടുതൽ നിയമനങ്ങൾ നടക്കില്ല. അത്യാവശ്യം എന്താണ് ഓരോ ജില്ലകളിലും എന്താണ് നിയമനങ്ങൾ നടക്കും എന്നുള്ളതാണ്. എന്താണ് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ഇതിന് ഉള്ള അപേക്ഷകൾ കൊടുത്തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, പഠനം തുടങ്ങുക. ഓക്കെ, ലേറ്റ് ആവാൻ നിൽക്കണ്ട, വളരെ നേരത്തെ തന്നെ എത്ര പെട്ടെന്ന് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുമോ അത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക, എന്ത് ചെയ്യുക, പഠനം തുടങ്ങുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ നന്ദി.